നമസ്കാരം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായ സെല്ലിംഗ് പ്രഷർ അഭിമുഖീകരിക്കുകയും ഇൻഡെക്സ് 1.12% ഇടിഞ്ഞ് 25,425 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മിഡ് ക്യാപ് ഇൻഡെക്സും സ്മോൾ ക്യാപ് ഇൻഡെക്സും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.4% ഇടിഞ്ഞപ്പോൾ സ്മോൾ ക്യാപ് ഇൻഡെക്സ് 0.76% ഇടിഞ്ഞു. ആദ്യം തന്നെ മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ കാരണങ്ങൾ മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം താരിഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അൺസർട്ടനിറ്റി തന്നെയാണ്. അമേരിക്ക ഏർപ്പെടുത്തിയ റെസിപ്രോക്കൽ താരിഫ് പിൻവലിക്കാൻ സുപ്രീം കോർട്ടിൻ്റെ നിർദ്ദേശം വന്നെങ്കിലും ഈ നിർദ്ദേശത്തെ അവഗണിക്കുന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടുതൽ താരിഫുകൾ ഏർപ്പെടുത്തുകയാണ്. 1962 ട്രേഡ് എക്സ്പാൻഷൻ ആക്ടിൻ്റെ 232 സെക്ഷൻ ഉപയോഗിച്ചാണ് ഡൊണാൾഡ് ട്രംപ് കൂടുതൽ താരിഫ് മറ്റ് രാജ്യങ്ങൾക്ക് മുകളിൽ ഏർപ്പെടുത്തുന്നത്. കൂടാതെ US സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജിമെൻറ്റിനെ ബഹുമാനിക്കുന്ന രാജ്യങ്ങൾക്ക് മുകളിൽ കൂടുതൽ താരിഫ് ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതൊക്കെ മാർക്കറ്റിൽ വളരെ വലിയ അൺസർട്ടനിറ്റിക്ക് കാരണമാവുകയും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഗ്ലോബൽ ക്യൂസ് മോശമാവുകയും ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും സെല്ലിംഗ് പ്രഷർ വരികയും ചെയ്തു. രണ്ടാമത്തെ പ്രധാന കാരണം ഇറാനിൽ ഉടലെടുത്തിരിക്കുന്ന സംഘർഷാവസ്ഥയാണ്. പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടസ്റ്റ് ഇറാൻ മുഴുവൻ വ്യാപിക്കുകയും ഇറാനിൽ ഗവൺമെൻറ്റിൻ്റെ പവർ കുറയുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പ്രൊട്ടസ്റ്റേഴ്സിനെ അടിച്ചമർത്താൻ ഇറാൻ്റെ ഗവൺമെൻറ് വയലൻ്റ് റെസ്പോൺസ് നടത്തുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഇടപെടും എന്ന രീതിയിലുള്ള അപ്ഡേറ്റുകൾ കൂടുതൽ ശക്തമാകുന്നുണ്ട്. ഇതും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി മാറിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാരണം ഇന്ന് രാവിലത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലെ IT സ്റ്റോക്കുകളിൽ വന്ന സെല്ലിംഗ് ആയിരുന്നു. അതിലേറ്റവും അധികം എടുത്തു പറയേണ്ടത് കഴിഞ്ഞ 30 വർഷമായി വളരെ വലിയ കറക്ഷൻ നേരിടാത്ത IBM എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഒറ്റ ദിവസം കൊണ്ട് മാത്രം 13% ഇടിഞ്ഞു. IBMൻ്റെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയ കൊബോൾ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ആന്ത്രോപിക് AI ഉപയോഗിച്ച് റീജനറേറ്റ് ചെയ്തത് IBMൻ്റെ റവന്യൂ സോഴ്സിനെ പ്രതികൂലമായി ബാധിക്കും എന്ന റിപ്പോർട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് IT സെക്ടറിലും IBM പോലുള്ള സ്റ്റോക്കുകളിലും ഇടിവ് പ്രകടമായത്. ഇത് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും ഏഷ്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കുകയും ചെയ്തു. ഇന്ന് മാർക്കറ്റ് നെഗറ്റീവ് സൈഡിലേക്ക് നീങ്ങിയതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് IT സെക്ടറിൽ വന്ന സെല്ലിംഗ് പ്രഷർ തന്നെയാണ്. കൂടാതെ ഇറാനിൽ സംഘർഷാവസ്ഥ വർദ്ധിക്കുന്നതനുസരിച്ച് ക്രൂഡിൻ്റെ പ്രൈസിൽ വർധനവുണ്ടായിട്ടുണ്ട്. ക്രൂഡിൻ്റെ പ്രൈസ് 100% ഉയർന്ന് $72 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും കഴിഞ്ഞ 6 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് ക്രൂഡിൻ്റെ വിലയെത്തുകയും ചെയ്തു. കൂടാതെ ഡോളർ സ്ട്രോങ് ആവുന്നതും ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. ഡോളർ സ്ട്രോങ് ആവുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്താനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഡോളർ ഇൻഡെക്സ് 0.20% ഉയരുകയും ചെയ്തു. ഇതും ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി വിലയിരുത്താവുന്നതാണ്. ഇനി 50 രൂപയിൽ താഴെ മാത്രം വിലയുള്ളതും ബോട്ടം ലെവലിൽ നിന്നും റിക്കവറി കാണാൻ സാധിക്കുന്നതുമായ ഒരു സ്മാൾ ക്യാപ് സ്റ്റോക്കിനെ പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് ടൈഗർ ലോജിസ്റ്റിക്സ് ലിമിറ്റഡ്. ടൈഗർ ലോജിസ്റ്റിക്സ് ലിമിറ്റഡ് ഇന്ന് 1.25% ഉയർന്നു. സ്റ്റോക്ക് തുടക്കത്തിൽ 1.25% ഇടിഞ്ഞെങ്കിലും പിന്നീട് ഡേ ലോയിൽ നിന്നും 2.28% ഉയർന്നു. സ്റ്റോക്ക് ഉയർന്നതിന് പിന്നിലെ പ്രധാന കാരണം കമ്പനിയുടെ സ്ട്രാറ്റജിക് എക്സ്പാൻഷൻ്റെ പശ്ചാത്തലത്തിലാണ്. ഏറ്റവും അധികം സോളാർ സെല്ലുകളും സോളാർ മൊഡ്യൂൾസും മാനുഫാക്ചർ ചെയ്യുന്ന ഗുജറാത്ത് എന്ന സംസ്ഥാനത്ത് കമ്പനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഗുജറാത്തിൽ ഒരു ഹൈ വോളിയം കോറിഡോർ ക്രിയേറ്റ് ചെയ്ത് ഒരു ജനറൽ മാനേജറിനെ കമ്പനി അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതുവഴി സോളാർ സെല്ലിൻ്റെ എക്സ്പോർട്ടിലും ഇമ്പോർട്ടിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കമ്പനി തീരുമാനിക്കുകയും ചെയ്തു. ഈ ഒരു തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം സോളാർ മൊഡ്യൂൾസും സോളാർ സെല്ലും മാനുഫാക്ചർ ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ടോട്ടൽ സോളാർ മൊഡ്യൂൾസിൻ്റെ 47%വും സോളാർ സെൽസിൻ്റെ 49%വും ഗുജറാത്തിലാണ് കമ്പനി നിർമ്മിക്കുന്നത്. ഈ മാനുഫാക്ചർ ചെയ്യുന്ന സോളാർ സെല്ലുകളെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പനി ഗുജറാത്തിൽ അവരുടെ പ്രസൻസ് വർദ്ധിപ്പിക്കുന്നത്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വരികയും ചെയ്തത്. ടൈഗർ ലോജിസ്റ്റിക്സ് എന്ന കമ്പനിയുടെ റിന്യൂവബിൾ എനർജി വെർട്ടിക്കൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 2020 യൂണിറ്റ് ശേഷിയുള്ള കണ്ടെയ്നറുകളാണ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് കമ്പനി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഇത് ഗുജറാത്ത് റീജിയനിൽ വരുന്ന സോളാർ മൊഡ്യൂൾസിൻ്റെയും സോളാർ സെൽസിൻ്റെയും പ്രൊഡക്ഷൻ കപ്പാസിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു.
കൂടാതെ സ്ട്രോങ് ക്ലയൻറ്റ് പൈപ്പ് ലൈനും അതുപോലെ തന്നെ സെക്ടർ എക്സ്പാൻഷൻ്റെയും പശ്ചാത്തലത്തിൽ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി വരും സമയങ്ങളിൽ 40 മുതൽ 45% ഉയരാൻ സാധ്യതയുണ്ടെന്നും അനലിസ്റ്റുകളുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഫാക്റ്റുകളൊക്കെ പരിഗണിച്ചാണ് ബോട്ടം ലെവലിൽ നിന്നും റിക്കവറി വന്ന സ്ഥിതിക്ക് ടൈഗർ ലോജിസ്റ്റിക്സ് എന്ന സ്റ്റോക്കിനെ നമ്മൾ പരിഗണിക്കേണ്ടത്. ടൈഗർ ലോജിസ്റ്റിക്സ് എന്ന സ്റ്റോക്ക് 2025 സെപ്റ്റംബർ മാസത്തിലാണ് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയത്. അതിനുശേഷം സ്റ്റോക്ക് 6 മാസം കൊണ്ട് 36% കറക്റ്റ് ആവുകയും ചെയ്തു. പിന്നീട് സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ലോ ആയ 28 നിന്നും ഒരു സ്ട്രോങ് സപ്പോർട്ട് ഫോം ചെയ്ത് ഇപ്പോൾ 30 മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും ഉയർന്ന സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ള ഒരു കമ്പനി കൂടിയാണ് ടൈഗർ ലോജിസ്റ്റിക്സ് ലിമിറ്റഡ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്